നോക്കടാ, ഒരു മുഴുക്കിറുക്കൻ. ഇനി എന്നത്തോട് ഇതൊരു പുതിയ വാർത്തയാണല്ലോ. പാവം, കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. ഡോക്ടറുടെ കസിന. ഓ, പ്രേമനൈരാശ്യമായിരിക്കും. ഞാനൊരു നാടകം കണ്ടിട്ടുണ്ട്. എന്റെ പ്രേമ കുടിയിരുത്തിൽ ബലി കുടിയിരുത്തിൽ ഇത് കഴിച്ചോ. എനിക്ക് ഭ്രാന്തല്ല. ഭ്രാന്തുണ്ടോ ഇല്ലേ തീരുമാനിക്കുന്ന ഞങ്ങളാണ്. മരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞു. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്ര കളിയാ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? എന്റെ അമ്മണിക്കുട്ടി നല്ല നടന്മാരില്ലാതെ നാടകം ഇറക്കാൻ പറ്റുമോ? കണ്ട അണ്ടർ അടകൊടുന്ന സ്റ്റേജിൽ കയറി കളിച്ചാലേ എന്റെ വിഷുകാല പൂട്ടും. വക്കച്ച സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറന്ന കൈയായി പോയി. പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുറോട്ടിലല്ലേ ഇറക്കി വിട്ടത്. എടാ, ഒരു ദേശത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇവന്മാർ തിരിച്ചു വരുമെന്നല്ല ഞാൻ കരുതിയത്. വാശിക്ക് അവന്മാര് മോശക്കാരൊന്നുമല്ല. വാശിക്ക് വക്കച്ചന് മോശക്കാരനല്ല. വേറെ ഏതെങ്കിലും ട്രൂപ്പ് ചേരുന്നതിന് മുമ്പേ വക്കച്ചൻ സാർ അവന്മാരിങ്ങ് വിളിച്ചോണ്ട് പോവാ. വക്കച്ചൻ സാറേ, എന്താടി? എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട്. ഓ, അതുമല്ല, മദ്രാസിൽ നിന്ന് ഡയറക്ടർ ജയദേവൻ സാറ് ദിവസേന വിളിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാ നീ പോയി ചെയ്യേ. പ്ലീസ്, എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് പ്ലീസ്. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവൃത്തിയുള്ളൂ. വക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ. അവരെ വിളിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസ്, എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് 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 പ്ലീസ്. ഹലോ, ഹായ്. വീന പള്ളിപ്പെരുന്നാളിന് പോയിട്ട് ഒരാഴ്ചയായല്ലോ. പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു. അവരോടൊപ്പം 2 ദിവസം ടൂറിലായിരുന്നു. പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ കയറാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. വാ. അല്ല സിസ്റ്ററെ, ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം അല്ലേ? ആര് പറഞ്ഞു? അല്ല, ദാ ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ? കൊള്ളാം, അവരിവിടുത്തെ നേഴ്സാ. അതെയാ? ഇവിടെ അല്ല, അവിടെ. ഇതെന്താ ഇഞ്ചക്ഷനാ? എനിക്ക് വേണ്ട. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്. സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിന്നൊക്കെ ചെയ്യിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പെങ്ങളെ, എനിക്കിത് വലിയ പേടി, അതുകൊണ്ട് വേണ്ട. സാറിന് മണി ഓർഡർ വല്ലതും വേണോ? വേണം. എന്റെ കയ്യിലില്ല. പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോപാലൻ. ഒരു വീട്ടിൽ എഴുത്തു കൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവും 2 കുട്ടിയുള്ള സ്ത്രീകരെ കൊണ്ട് പ്രേമിച്ചു. ഇരുട്ടടിയിട്ടതാ, ഇങ്ങനെ ആയിപ്പോയി. അയ്യോ, എന്ത് മരുന്നത്? ഇത് ക്ഷീണം മാറാനുള്ളതാ. സിസ്റ്റർ അറിയുമോ പ്രഭാകരൻ സാറിന്? വലിയ നാടകടനാ. തിരപ്പം കൂടെ പ്രഭാകരൻ എന്ന് വരില്ലേ? എന്നും നാടകം 2-3 കളി ഉണ്ടാവും. ഉറക്കം ഇളച്ചളച്ച് ഇങ്ങനെ ആയി പോയതാ. സാർ ഇവിടെ കിടന്നു, ഞാനിപ്പോ വരാം. തോമസൂട്ടി, ജോർജ് ഇവിടെ വന്നേ. വരാൻ വന്നേ. നിങ്ങൾ ഈ സാറിനെ അറിയോ? നാടകക്കാരനാ. അകലെ അമേരിക്കയിലേക്കെന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ്. എന്താ കലക്ക്. നിങ്ങളിത് വെച്ചോളൂ. ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് തരികയാണ്. എന്തിനാണെന്നറിയാമോ? ഡോക്ടർ ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാറിന് ഒരു ഉഗ്രൻ ഷോക്ക് കൊടുക്കണം. അയ്യോ, ഷോക്കോ? ഇറങ്ങിപ്പോടുന്നത്. പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ഭ്രാന്തനാക്കും. ഡോക്ടർ, എനിക്ക് ഷോക്ക് തരാൻ പോകുന്നേ. ഓടിവായോ,
ഇറങ്ങി പോകുന്നു. എന്താ? കൊല്ലും ഞാൻ എല്ലാത്തിനും. എനിക്ക് ഷോക്ക്. മോളെ എനിക്ക് ഇവന്മാർക്ക് ഷോക്ക് തരാൻ പോകുന്നു. അയ്യോ നീ വന്നേ. നീ ഒരു മിനിറ്റ്. അതല്ല ആ തടിയുള്ള ചേട്ടൻ. വാ. പിന്നെ അതെ അതെ ഈ നാടക ക്യാമ്പിൽ ഇസ്ത്രി ഇട്ടോണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ച അവൻ ഇങ്ങനെ ആയത്. ഡോക്ടർക്ക് പോലും ഈ വീഴറിയില്ല. അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും. ഈ കൈക്കൂലി വെച്ചോ. എടാ ആ പോയവനെ പിടിച്ച് അകത്തിടാൻ വല്ല മാർഗോട്ടോ നോക്ക്. അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നീ പേടിക്കാതിരിക്കെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാം. പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജനറൽ വാർഡിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ചളമാക്കരുത്. പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഭ്രാന്തില്ലാത്തവന് ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ. അവനും ഭ്രാന്തനായി മാറും. നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ എന്നെ തെറി വിളിക്കാത്തത്? പോ പോ. സിസ്റ്റർ സിസ്റ്ററിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് പിണ്ടിവന പോൾരാജ്. പ്രൊഫഷണൽ നാടകരംഗത്തെ ഒരു പ്രഗത്ഭ നടനാണ്. സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ, പ്രഹേളികയിലെ ഇൻസ്പെക്ടർ, നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി, താരാട്ടു പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ. ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത്. അയ്യോ എനിക്ക് അസുഖമൊന്നുമില്ല. എന്റെ സുഹൃത്തിനാണ് അസുഖം. G11 സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല. എന്നെ വിശ്വസിക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ. സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ? ഞാനും ക്രിസ്ത്യാനിയാ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗിയിൽ ഏറ്റവും നോർമൽ അവനാ. സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഡോക്ടറോട് പറയാം. പറഞ്ഞാൽ പോരാ, സാധിച്ചു തരണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ, പ്ലീസ്. ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട. ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ? യവന്മാര് കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവ. ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ്. രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? അല്ല, ഞാൻ ജാഗ്രത പുലർത്തിക്കോളാം. എന്നാലും ബീന കൂടി ശ്രദ്ധിക്കണം. അവന്റെ കയ്യിൽ കിട്ടി എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ, രജിസ്റ്ററാ. രജിസ്റ്ററാ? അപ്പൊ ഉപ്പിടണ്ടേ? പിന്നെ പേന പേന. മനസ്സിനെ വെളുത്തു മാറി. അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. പേന. ഡോക്ടറെ,
ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിൽ ചെയ്യൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിനൊരു ലവ് ലെറ്റർ ഉണ്ട്. ഇങ്ങനെ ഇതല്ല ഇതല്ല ഇതല്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. പോസ്റ്റ്. പോസ്റ്റ്. ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ്. സെൽ നമ്പർ G11-ലുണ്ട് പ്രഭാകരൻ. ഈ സെൽ നമ്പർ G11 കിടക്കുന്നത് ആരാ? കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി. ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി. എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസ് ഞാൻ കത്തിക്കൂടാ. എന്താ പറ്റി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ കത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ കത്തിക്കോടാ. എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. മിണ്ടിപ്പോയി. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം. ഗോപാലൻ വരട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? തേങ്ങ ഇവിടെ. അയ്യോ, എന്റെ തേങ്ങ ഇവിടെ. സാറേ, സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ഇന്ന് 5 മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ പറ്റേ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. മിസ്റ്റർ പോൾരാജ് എന്താ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത്? അത് പിന്നെ ഞാൻ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കുമെന്ന്. നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും. ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും. ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി. അല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ആവില്ല. എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ? ഇത് എന്നെ എത്ര പേര് റെക്കമെൻഡേഷൻ കൊണ്ടാ കിട്ടിയെന്നറിയോ? അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ധന്യനായി. ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ, ഞാനല്ല. നീയല്ലേ? ഞാനായിരിക്കും. എടാ വാമനാ, നീയല്ല നമ്മളെ വാമനെ ചവിട്ടിച്ചാത്തിയത്. നീ അല്ലേ? അന്നാലും നിന്നെ നമ്മൾ ചവിട്ടിച്ചാത്തും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തനും പുറത്തു പോരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകൂല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ. താമ്പോ. ഹലോ, നീ ഇത് എവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ, നീ പിന്നെ എമ്മയുടെ അമ്മയുടെ നിന്ന് പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, ഞാൻ എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്.
നോക്ക്. ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് അവർ നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി, ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ് ഈശോയെ. മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാകുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട, ആരുടെ സഹായവും വേണ്ട. ഓണത്തിനിടയിൽ അവരൊരു പൂട്ട് വെച്ചോടും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. അല്ല, എന്താ അത്? രോഗം പൂർണ്ണമായിട്ട് ഭേദമായാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. പോടോ. ഞാൻ കാറിന്റെ അയ്യോ, യമുനയല്ലേ? ഉം. ഞാനാണ് പോസ്റ്റ്മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. really? ആ. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കൂട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോ ഞാൻ വരും. റെഡി ആയിരിക്കണം. അപ്പൊ ഇപ്പൊ എല്ലാം ഏതായാലും നോർമൽ ആയിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. പിൽസ് കണ്ടിന്യൂ ചെയ്യട്ടെ, അല്ല ഡോക്ടർ? അത് മതി. ഞാൻ താഴെ ഉണ്ടാകാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? ശരി, വരാം. ഓക്കെ.